ഹലോ. ഹലോ, സംസാരിക്കാവോ? ഫ്രീ ആണോ? പറയൂ. ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. ഇത് തിരക്കാന്ന് പറഞ്ഞു. പിന്നെ 2 മണിക്ക് ശേഷം വിളിച്ചപ്പോഴും പിന്നെ തിരക്കായിരുന്നു. ഞാൻ പിന്നെ ഫോൺ എടുത്തിണ്ടായില്ല കയ്യില്. വേറൊരു പരിപാടിയിലായിരുന്നു. പറയൂ. നല്ലത്, സുഖം, അങ്ങനെ പോകുന്നു. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഞാനൊരു ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ട്, ഞാനിന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ആൾ ഓസ്ട്രേലിയ ആണ്, ഞാൻ UK യിലാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാനൊരു ദിവസം അവനോട് ചോദിച്ചു, നിനക്ക് ശരിക്കും ദൈവത്തിലിപ്പോ വിശ്വാസം ഉണ്ടോ എന്ന്. സത്യമായിട്ട് എന്റെ പൊന്നളിയാ ഇല്ല. കാരണം അവനൊരു ബാഡ് സിറ്റുവേഷനിലൂടെ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം അവന് ഇവിടെ നാട്ടില് അവനും അവന്റെ വൈഫും IT ജോലിയായിരുന്നു. അപ്പൊ അവന്റെ വൈഫിന് ഓസ്ട്രേലിയയിലോട്ട് ഒരു 2 വർഷത്തെ ഒരു ഓപ്പണിംഗ് കിട്ടിയപ്പോ അവർ അങ്ങോട്ട് മൂവ് ചെയ്തു കുട്ടിയെ കൊണ്ട്. അവൻ അവിടെ ജോലി ആകുന്നില്ല. ആസ് പെർ ഒരു വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ദൈവം എന്താണ് ഇത്. അപ്പൊ അവന്റെ അമ്മ അവനെ വിളിച്ചു പറഞ്ഞു, അവന് നിനക്ക് വേണ്ടി നോയമ്പ് എടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പം ഇപ്പം പറഞ്ഞു, എന്തിനാണ് അമ്മ എനിക്ക് വേണ്ടി നോയമ്പ് എടുക്കുന്നത്? എനിക്കുള്ള ഭക്ഷണം മാറ്റി വെക്കുന്നത്. നിങ്ങള് അത് എന്താ പറയാ, അത് മറ്റൊരാൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഗുണമാവും. അപ്പൊ അമ്മ അവനോട് ചോദിച്ചു, നിനക്കിപ്പോ ദൈവവിശ്വാസം ഒന്നും ഇല്ലല്ലേ എന്ന്. ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി എനിക്ക് കുറെ ഇതിലൊന്ന് ചിന്തിക്കാൻ തോന്നിയത്, ഞാൻ അന്ന് വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിന്റെ തൊട്ടേ സൺഡേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴും എനിക്ക് കുറെ ഒരു പൊരുത്തക്കേടുകൾ ഇതിനകത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ലൈക്ക് ദൈവം 7 ദിവസം കൊണ്ട് ഉൽപ്പത്തിനകത്ത് പറയുന്നുണ്ട്, 7 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ആ സമയത്ത് ഞാൻ അച്ഛനോട് അന്ന് ഞാൻ പറഞ്ഞതായിരുന്നു, പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അച്ഛനോട് ഞാൻ ചോദിച്ചൊരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ ദിനോസറുകൾ എന്തുകൊണ്ട് മനുഷ്യനെ ഒന്നില്ല? ദിനോസറുകൾ മനുഷ്യരെക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്നുള്ളതിന് പ്രൂഫ് വരെ ഉണ്ട് നമ്മുടെ ഈ ലോകത്ത്. അപ്പം അച്ഛൻ പറഞ്ഞു, ദൈവത്തിന്റെ ഒരു വർഷം എന്ന് പറയുന്നത് കൊല്ലങ്ങളാണ്, അതാണ് അങ്ങനെ സംഭവിക്കാൻ കാര്യം. പിന്നെ അടുത്ത എനിക്ക് പൊരുത്തക്കേട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദമും ഹവ്വയും ജനിച്ചതിന് ശേഷം, പിന്നെ അവരെ സൃഷ്ടിച്ചതിന് ശേഷം കായലാണ് ഹാബേനെ കൊല്ലുകയും ചെയ്തു, വേറൊരു കല്യാണം കഴിക്കുകയും ചെയ്തു. പക്ഷെങ്കിൽ ഇവിടെ എങ്ങും പറയുന്നില്ല ഒരു ആ കഥയില് പിന്നെ കായലിനെ അവിടുന്ന് അവൻ നാട് വിട്ടു പോയിട്ട് വേറെ അന്യദേശത്ത് പോയിട്ട് അവിടുന്ന് കല്യാണം കഴിച്ചു എന്നാണ്. അപ്പൊ അവിടുന്ന് എങ്ങനെ ആളെ കിട്ടിയെന്നുള്ളത് ഇവിടെ എങ്ങനെ കിട്ടും എന്നുള്ള ഒരു സാധനം എഴുതുമ്പോ ഒരു വൃത്തിക്ക് എഴുതി കൂടെ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അല്ലെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിൽ എന്നാ ഒരു പേരൂടെ അങ്ങോട്ടാക്കത്തില്ലായിരുന്നു. അങ്ങനെ. പിന്നെ പഴയ നിയമം എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ ഇപ്പോഴാണ് ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയത്. ഞാൻ പഴയ നിയമം എന്ന് പറയുന്നത് ഖുർആനിന്റെ കുറച്ചുകൂടി പഴയ ഒരു വെർഷൻ, അത്രേ ഉള്ളൂ. അതെ. അപ്പം അതിനകത്താണെങ്കിലും എബ്രഹാം ഇസ്ഹാക്കിനെ ബലി കൊടുക്കാൻ പോയി. പിന്നെ ദൈവം പറഞ്ഞു, നീ വേണ്ട ഒരു മൃഗത്തെ ബലി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചുവിടുകയും അങ്ങനെ കൊലയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ എനിക്ക് ഇതിനകത്തുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് വന്ന ഖുർആനിൽ എല്ലാ കാര്യങ്ങളും പേര് മാറ്റി അടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇസ്ഹാക്കിനെ ഇസ്മയിലാക്കി, ആദം നബിയാക്കി, എല്ലാത്തിന്റെ കൂടെ ഒരു നബിയൊക്കെ കയറ്റിയിട്ട് നൈസായിട്ട് അങ്ങ് സെറ്റ് ചെയ്യും. അപ്പം എന്തുകൊണ്ട് ഇപ്പൊ ഉള്ളവർക്ക് ഒരു തോട്ട് വരുന്നില്ല? ഇത് പണ്ടേ വേറൊരു പുസ്തകത്തിൽ പ്രതിപാദിച്ച കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതായിക്കൂടെ ശരി എന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ചിന്ത വരുന്നില്ല? അങ്ങനെ വരാൻ സാധ്യത എനിക്കറിയില്ല. അങ്ങനെ വരുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോ നമ്മുടെ എന്താണ് ഒരു മാരിയോ ഉണ്ടായില്ലേ, ഒരു ജോസഫ്, എന്താണ് മാരിയോ ജോസഫ് അല്ലേ, ഒരു വിവാദത്തിൽപ്പെട്ടത്. പുള്ളി ഇങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ചും മോസസിനെ കുറിച്ചും യേശുവിനെ കുറിച്ചും ഖുർആനിൽ ഇഷ്ടംപോലെ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത്. അത് നടക്കുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാന കാരണം, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ശരിയായ കാരണം എന്താ വെച്ചാൽ, ഇതൊക്കെ ആളുകളുടെ അന്വേഷണത്തിലൂടെ എത്തിപ്പെടുന്നതല്ല ഇവരെന്നും ഈ മതത്തില്. ഇതൊക്കെ ചെറിയ പ്രായം തൊട്ട് ഇങ്ങനെ കണ്ടീഷൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് ഉള്ളതിൽ നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും മാറി ചിന്തിക്കാനുള്ള അവസ്ഥയോ സ്പേസോ ഒന്നും ഇല്ല. അപ്പൊ ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കപ്പെട്ട കുട്ടികൾ, ആ തലമുറ, ആ സമൂഹം ആ ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ മുറുകെ പിടിക്കും. ഇതൊന്നും താരതമ്യം ചെയ്ത് ഉരച്ചു നോക്കിയിട്ട് ഏറ്റവും മികച്ചത് തെരഞ്ഞെടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ മതം ചൂസ് ചെയ്യുന്നൊന്നും അല്ലല്ലോ. അങ്ങനെ ചിന്ത വരാൻ മതം അങ്ങനെ ചിന്തയൊന്നും വരാൻ സമ്മതിക്കൂലല്ലോ.
അങ്ങനെയാണ് ഇത് പരിശീലിപ്പിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മളുടെ ചെറിയ പ്രായം തൊട്ട് നമ്മളെ പരിശീലിപ്പിക്കുന്നതാണ് നമുക്ക് വിശ്വാസം. അതാണ് പിന്നീട് നമ്മളുടെ ചിന്തയിലൊക്കെ ഉള്ളത്. ഇപ്പൊ ചില ആളുകൾക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ മതമൊക്കെ പൊട്ടത്തരാണെന്ന് മനസ്സിലായാലും ദൈവം നിലനിൽക്കും. പക്ഷെ ആ ദൈവത്തിന് ഈ പറഞ്ഞ ഇവരുടെ പഴയ മതത്തിൽ വിശ്വസിച്ചിരുന്ന ആ ദൈവത്തിന്റെ പേരോ അല്ലെങ്കിൽ ആ ഗുണമോ മണമോ ഒക്കെ നിലനിൽക്കും കുറെ കാലം. അപ്പൊ ഇതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം ചെറിയ പ്രായത്തിൽ തലയിലേക്ക് കുത്തി നിറച്ചു കൊടുത്താണ്. ഇതൊന്നും കുട്ടിയുടെ തലയിലുള്ളതല്ല. അല്ലെങ്കിൽ ഈ കുട്ടി കണ്ടെത്തിയതോ അന്വേഷിച്ച് കണ്ടുപിടിച്ചതോ താരതമ്യം ചെയ്തിട്ട് മികച്ചത് തെരഞ്ഞെടുത്തോ ഒന്നും അല്ലല്ലോ. അപ്പൊ ഏറ്റവും പഴയ കാലത്ത് എന്താണോ തലയിൽ കയറിയത് അത് പലതും നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ബോധമനസ്സിനും അപ്പുറത്തായിരിക്കും ഉണ്ടാവുക. ചെറിയ പ്രായത്തിൽ കുത്തി കയറ്റിയ സാധനങ്ങളൊക്കെ അത് അതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകാത്തത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഈ ക്രിസ്ത്യാനികൾ ഇപ്പൊ പള്ളിയിൽ പോയില്ലെങ്കിലോ അല്ലെ പ്രാർത്ഥിച്ചില്ലെങ്കിലോ അല്ലെ സൺഡേ സ്കൂളിൽ പോയില്ലെങ്കിലോ പേരൻസ് ഫോഴ്സ് ചെയ്യും. പിന്നെ താല്പര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് വിടും. പക്ഷെ മുസ്ലിംസ് കുറച്ചുകൂടെ ഇതില്ലാതെ അവർക്ക് ജീവിക്കാനേ പറ്റില്ല. പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ക്രിസ്ത്യാനിറ്റി ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഒരു കാലത്ത് തെമ്മാടിക്കുഴിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ പോകും. ഇതൊക്കെ പോകും. ഇത് ഇസ്ലാം അതിന്റെ ഏറ്റവും യങ് സ്റ്റേജിലാണ് ഇപ്പൊ ഉള്ളത്. അത് അതിന്റെ ഒരു എന്താ പറയാ മധ്യവയസ്കിലേക്ക് കടക്കുകയും അതങ്ങനെ ഇതേ ഫോഴ്സ് അതിനകത്ത് വരികയും ആ ഒരു റിഫോർമേഷൻ അതിനകത്ത് നടക്കും ചെയ്യും. കാരണം പുതിയ തലമുറയിലെ കുട്ടികളെന്നും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇതിനകത്ത് വലിച്ചു നിർത്താനൊന്നും കഴിയില്ല. അതേ സമയത്ത് ഇതിന്റെ അവസാന ശ്രമങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോ ഒരു മതം അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം അത് ചോദ്യം ചെയ്യപ്പെടുന്നു, അത് വെല്ലുവിളി നേരിടുന്നു എന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള അവസാന ശ്രമം കുറച്ച് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ശ്രമങ്ങളായിരിക്കും. അതാണ് നമ്മളിപ്പോ കാണുന്നത്. കെടാൻ നേരത്തുള്ള ഒരു ആളിക്കത്തൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് ഈ കാണുന്നത്. ഇത് കഴിയുമ്പോ ഇതൊക്കെ തീരും. അതിന്റെ അനുരണനങ്ങൾ ലോകത്ത് പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഈ മതത്തിന് പിന്നെ ഒറ്റയടിക്ക് മതത്തിന് മുഴുവൻ കാര്യങ്ങളും അങ്ങ് തള്ളിപ്പളയാൻ ഒരു മതസമൂഹത്തിനോ മത നേതൃത്വത്തിനോ കഴിയില്ലല്ലോ. അവര് റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരും. മാറ്റങ്ങൾ ഇപ്പൊ കേരളത്തിലൊക്കെ മതം വിമർശിക്കുന്നവർക്ക് സ്വസ്ഥമായിട്ട് മതം വിമർശിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു 15 കൊല്ലം മുമ്പ് കേരളത്തില് ഞാൻ ഇപ്പൊ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് എനിക്ക് പുറത്തുകൂടി ഇറങ്ങി നടക്കാൻ പറ്റുമോ? അപ്പൊ ആ മാറ്റം നമ്മള് കാണുന്നുണ്ട് ചുറ്റിലും. പിന്നെ അതുപോലെ ഇപ്പൊ ഓരോ ഈ മുസ്താദുമാരുടെ പരിപാടികളിലും ആയാലും പള്ളിയിലച്ചന്മാരോട് ചോദിക്കുന്നതായാലും സ്വാമിമാരോട് ചോദ്യം ചോദിക്കുന്നതായാലും കുട്ടികൾ വളരെ ബോൾഡായിട്ട് അവരുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ നേരെ പരസ്യമായിട്ട് ചോദിക്കുന്നു. അത് പബ്ലിക്കിൽ വരുന്നു എന്നൊക്കെ പറയുന്നത് വലിയ മാറ്റാണ്. ഇസ്ലാം കമ്മ്യൂണിറ്റിക്കകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് അതിനുള്ള പ്രതിരോധം അവർ ഭയങ്കര ശക്തമായിട്ട് നിർത്താൻ നോക്കുന്നുണ്ട്. അതായത് കുട്ടികൾ സംശയം ചോദിക്കുന്നത്, ഉത്തരം തേടുന്നത്, മതത്തിനെതിരായിട്ടുള്ള ചിന്ത വരുന്നതൊക്കെ തടയാൻ അവർ പരമാവധി എല്ലാ രീതിയിലും ശ്രമിക്കും. പക്ഷെ അതിനൊക്കെ മറികടന്ന് പുതിയ തലമുറ പോകും. 10-20 വർഷം കൂടി ഇതെല്ലാം കൂടെ ഓടിക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയൊന്നും നടക്കൂല. അതായത് ഇതിന് ഓരോരോ ഏരിയകൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പൊ നമ്മള് പണ്ട് കാലത്ത് എന്റെയൊക്കെ ചെറുപ്പത്തില് കല്യാണം നടക്കുന്ന സമയത്ത് ഇപ്പോ ഈ കല്യാണാലോചനകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നാട്ടിലുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നവന് പെണ്ണ് കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത്. അവന് അന്വേഷിച്ചു വരുമ്പോ ഓൻ ടാക്കീസിലൊക്കെ പോയി സിനിമ കാണുന്ന ആളാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഇടയ്ക്ക്, ഈ സിനിമയിൽ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകൾ നസീർ, മമ്മൂട്ടി, മാമുക്കോയ, പിന്നെ അങ്ങനെ നീളുമല്ലോ മുസ്ലിം തര. അപ്പൊ ഇവർക്കൊന്നും ഇത് ബാധകമല്ല. ഒരുപാട് ആളുകൾ ഒരുപാട് പ്രയാസം നേരിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. അതായത് ഒരു പരിധിയുടെ ഇപ്പൊ ഈ സാധാരണ ഈ മുസ്ലിം നേതാക്കന്മാർക്കോ പണ്ഡിതന്മാർക്കോ പിന്നെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഉയരത്തിലേക്ക് ഒരാൾ എത്തുന്നത് വരെ അയാൾ അനുഭവിച്ചിട്ടുണ്ടാവും. അത് പലതരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പം പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ നിലമ്പൂർ ആയിഷയൊക്കെ അവർ അനുഭവിച്ചതിനെ കുറിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട്. മാമുക്കോയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല സമയത്ത് പല ഫേസിൽ നേരിട്ടിട്ടുണ്ട്. അഭിപ്രായങ്ങൾ പറയുന്നതിന്റെ പേരിലൊക്കെ പലതിലും. അപ്പോ അതേ സമയത്ത് ഇവരൊക്കെ ഒരു റേഞ്ചിന് അപ്പുറത്തേക്ക് എത്തുമ്പോ പിന്നെ അവരതിനങ്ങ് അംഗീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് ഈ സിനിമാ തിയേറ്ററിലേക്ക് പോയാൽ പെണ്ണ് കിട്ടൂലാത്തൊരു കാലം, കമ്മ്യൂണിസ്റ്റുകാരന് മുസ്ലിം വീടുകളിൽ നിന്ന് പെണ്ണിടിച്ചു കൊടുക്കാത്ത കാലം, അതേപോലെ കുറച്ചുകൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാല്
എന്താ പറയാ, ഈ ക്യാമറകള്, കല്യാണത്തിന് ക്യാമറ ഉണ്ടെങ്കിൽ നിക്കാഹിന് പള്ളിയിൽ ആള് വരില്ലാത്തൊരു കാലം, ഇങ്ങനെ തുടങ്ങിയിട്ട് അതായത് ഇപ്പൊ നമ്മളെ സ്റ്റിൽ ക്യാമറ, സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആദ്യഘട്ടത്തിൽ അതിനെതിരായിരുന്നു. പിന്നെ ഹജ്ജിന് പോകണം, പാസ്പോർട്ട് വേണം എന്നൊക്കെ ആയപ്പോ ഫോട്ടോ അത്യാവശ്യങ്ങൾക്ക് മാത്രം എടുക്കാന്നായി. അത് അതേപോലെ തന്നെ അതെ, അതൊക്കെ പറയുമ്പോ മാമുക്കോയെ നന്നായിട്ട് സമൂഹത്തിന്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട് തിരിച്ച്. അപ്പൊ ഈ മൂല്യന്മാരുടെ അടുത്ത്. അതേപോലെ വീഡിയോ ക്യാമറയൊക്കെ വരുന്ന സമയത്ത്, വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ കല്യാണത്തിന് വരൂ, പള്ളിയിൽ നിന്ന് ആള് വരില്ല കേട്ടോ എന്ന് പറയും. പള്ളിയിൽ നിന്ന് വരില്ല, അവര് കല്യാണം നടത്തി തരാന് മൂല്യര് വരില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലം കഴിഞ്ഞു വന്നിട്ടുണ്ട്. അല്ല, ഈ ക്യാമറയായിട്ട് ഇതായിട്ടുള്ള മതമായിട്ടുള്ള ബന്ധം എന്താണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് ഒരു തമാശയാണ്. അതായത് ഒന്ന്, ഇതൊന്നും ആ കാലത്ത് ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ ആ കാലത്ത് ഇല്ലാത്ത കാര്യത്തിൽ ഒരു പ്രശ്നം, ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ആ കാലത്തെ പ്രമാണങ്ങളിൽ പരതിയിട്ടാണ് ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് സംശയം വന്നാല്. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ ഇപ്പം സ്ത്രീകളുടെ ഔറത്ത്, അതേപോലെ ഈ ഫോട്ടോ ചിത്രം, മനുഷ്യ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരക്കാൻ പറ്റുമോ ഇല്ലേ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ സാധനങ്ങളുമേ കണക്ട് ചെയ്തിട്ടാണ് ഈ മൂല്യന്മാരാണ് ഈ കുത്തിയിരുന്നിട്ട് ഇത് ഫത്വ ഉണ്ടാക്കാൻ നോക്കുന്നത്. അവരുടെ വിവരക്കേടും ഇത്തരം നിയമങ്ങളിൽ ഉണ്ടാവും. അതാണ് അതിന്റെ കാര്യം. അപ്പോ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ഫേസ് കടന്നു വന്നു സമൂഹം. ഇപ്പൊ നോക്ക്, പള്ളിയില് ഹുതുബ പറയുന്ന സമയത്ത്, വെള്ളിയാഴ്ച അവര് പള്ളിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അത് ലൈവ് ചെയ്യാണ് ആൾക്കാര്, ഈ പണ്ഡിതന്മാര്. അപ്പൊ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാല്, ആ നിയമം 1500 കൊല്ലം മുമ്പ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിലെ നിയമങ്ങൾ എന്തെങ്കിലും മാറിയോ? ഇല്ലല്ലോ. നിയമങ്ങൾ അന്ന് അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ഇതിനോടുണ്ടായിരുന്ന റെസിസ്റ്റൻസ് പോയി, പിന്നീട് അത് നോർമലായി. ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യവും വരിക. ഇപ്പൊ നമ്മുടെ നാട്ടില് കല്യാണ പ്രായം 18 ആക്കണം, 16 ആക്കിയപ്പോഴും 18 ആക്കിയപ്പോഴും ഒക്കെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോ 21 ആക്കണം എന്ന് പറയുമ്പോ അപ്പോഴും റെസിസ്റ്റ് ചെയ്യും. പക്ഷെ പോകെ പോകെ ആളുകൾ ആ ഒരു രീതിയിലേക്ക് അങ്ങ് മാറും. അപ്പം കിതാബിലെ നിയമം അവിടെ കുത്തിരിക്കും, മനുഷ്യര് മാറും. അത് നമുക്ക് ഒരു 10 കൊല്ലം കൊണ്ടോ 20 കൊല്ലം കൊണ്ടോ ഒന്നും ചിലപ്പോ, എന്താ വെച്ചാൽ അതിൽ ഏറ്റവും മോശമായതും ഏറ്റവും വിമർശന വിധേയമാകുന്നതും മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങളും ആദ്യം നടക്കും. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും കറക്ഷൻ വേണ്ട കുറെ മേഖലകൾ ഉണ്ടാവും. ഇപ്പൊ സ്ത്രീകൾ, പെൺകുട്ടികള് എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന കൃത്യമായ അധ്യാപനം ഇവിടെ നടന്നിരുന്നു ഒരു കാലത്ത്. 1970കളിലും 60കളിലും 70കളിലൊന്നും പെൺകുട്ടികളെ, അതായത് മദ്രസകളിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് മതപാഠശാലകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിച്ചിട്ട് ആൺകുട്ടികൾ എഴുത്ത് പരീക്ഷയും പെൺകുട്ടികൾ ഈ പറയുന്ന മറ്റേ എന്താ പറയാ, നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയില്ലേ, ഓറൽ ആയിട്ടുള്ള എക്സാം, ഇത്തരം എക്സാമുകൾ നടത്തിയിരുന്നത് മദ്രസകളിൽ പോലും. അപ്പം പെൺകുട്ടികൾക്ക് എഴുത്ത് പഠിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ മുഹമ്മദ് നബി പണ്ടുണ്ടാക്കിയ നിയമം മാറിയിട്ടൊന്നുമില്ലല്ലോ. ദൈവത്തിന്റെ നിയമം അന്ന് പൂർത്തീകരിച്ചതാണല്ലോ. ഈ രീതിയിലാണ് ഈ മാറ്റങ്ങൾ നടക്കുക. അങ്ങനെ തന്നെയാണ് എല്ലാ കമ്മ്യൂണിറ്റിക്കകത്തും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലായാലും വേറെ ഏത് ഹിന്ദു സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ മാറുന്നതായാലും അത് കാലഘട്ടത്തിനനുസരിച്ച് മാറും. പക്ഷെ ഇസ്ലാമിനകത്ത് ഈ പറഞ്ഞതുപോലെ അതിന്റെ ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ പിന്നെ സെറ്റപ്പ് ഉണ്ട്. മറ്റു മതങ്ങൾക്കൊന്നും ഇല്ലാത്തതുപോലെ ഈ മതത്തിൽ തന്നെയും ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇതിൽ മാറ്റങ്ങൾ ഭയങ്കര എന്താ പറയാ സമയം എടുക്കുന്നുണ്ട്. റെസിസ്റ്റൻസിന് പവർ അവർ കൂടുതൽ എടുക്കുന്നുണ്ട്. അതൊക്കെ പക്ഷെ അതിനൊക്കെ മറികടന്ന് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്. നമ്മൾ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഈ മാറ്റങ്ങൾക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ കൊടുക്കുന്നു. അതെ, ഇൻജക്ട് ചെയ്ത് വെക്കുന്നതാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം ഇവരെ ഈ മരണഭീതിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ലേഖനത്തിന്റെ കണ്ടതിനകത്ത് ഒരാൾ ചോദിച്ചാൽ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും, കേട്ടോ, ഉമ്മ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്കിത് കേട്ടിട്ട് സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. പക്ഷെ അവര് ചോദിക്കുന്നത് ഭയങ്കര പേടിയിലാണ്. അതെ, ഭയങ്കര ഒരു പാവം മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിക്കും അത് ചോദിക്കുന്നത്, അവര് ജെനുവിൻ ആയിട്ട് ഈ ഭരണത്തെ ഭയപ്പെടുന്നു. അപ്പൊ അതേ ഭയം എന്റെ അടുത്ത് എനിക്കും ഉണ്ടാകുമെന്ന ഒരു തോന്നലിൽ അതിനെ ഒന്ന് ഇഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിക്കുന്നത്. ആണോ?
ഇപ്പൊ മരിച്ചാലും ഇപ്പൊ ഞാൻ ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങി, ഇന്ന് രാവിലെ എഴുന്നേക്കുന്നത് വരെ എനിക്കൊരു ഐഡിയ ഇല്ല. അതാണ് മരണം. എന്നേക്കുമായിട്ട് ഇപ്പൊ ഞാൻ ഉറങ്ങിയത് എപ്പോഴാന്നും എനിക്കറിയത്തില്ല, എഴുന്നേറ്റത് മാത്രമേ അറിയത്തുള്ളൂ. ഇൻബിറ്റ്വീൻ എന്ത് സംഭവിച്ചു. ഇപ്പൊ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഭാര്യയെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറ്റി വിടാനോ അല്ലെങ്കിൽ ഇവിടെ അടക്കാനോ എന്തെങ്കിലും തീരുമാനം എടുക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് ഫണ്ട് പിരിവ് നടത്തിയിട്ട് ഫ്ലൈറ്റിന് കയറ്റി വിടും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ അതിനെപ്പറ്റി ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം ഫണ്ട് ഭാര്യ ബുദ്ധിമുട്ട് പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് പേഴ്സണൽ ലോൺ എടുക്കേണ്ടി വരുമോ, എന്ത് ചെയ്യുമെന്നല്ല മരിച്ച് അത് കഴിയുമ്പോൾ നമ്മളൊന്നും അറിയണ്ട, ആരാന്ന് വെച്ചാൽ അവകാശികൾ അത് തീരുമാനിച്ചോളൂ എന്നുള്ളൊരു ബുദ്ധി ഇവർക്ക് ചിന്തിക്കാനില്ല. ഇതെല്ലാം പടുത്തുയർത്തുന്നത്. പിന്നെ മേമ്പൊടിയായിട്ട് കുറച്ച് സ്വർഗ്ഗക്കൊതിയും കൂടി വെച്ചു കൊടുക്കും. അതെ അതെ അതെ. ഞാൻ ഈ സ്വർഗത്തിൽ ഇവിടെ ഇപ്പം മദ്യപിക്കുവാണെങ്കിൽ ഇവിടെ മദ്യപിച്ചൂടെ, അതിന്റെ സുഖം ഇവിടെ അറിഞ്ഞിട്ട് അവിടെ ലോകം ഉണ്ടെന്ന് പോലും അറിയത്തില്ല. വെള്ളം അടിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം അടിക്കുക, അല്ലെങ്കിൽ നിനക്ക് മറ്റേ ഊറുകളെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രൈ ചെയ്യുക. അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ എന്തൊന്നും പോലും അറിയാത്തൊരു നാട്ടിൽ പോയിട്ട് ഇത് ട്രൈ ചെയ്യുന്ന ആവശ്യമില്ല. അതിപ്പോ എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഊറുകളെ കിട്ടും, ഇങ്ങനെ ഒരാൾ പ്രസംഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്തരം ചിന്തകളിൽ നിന്ന് മുക്തി നേടണം. അത് തെറ്റാണെന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്നുള്ള ബോധ്യത്തിൽ നിൽക്കുകയും അത്തരം ചിന്തകളിൽ നിന്ന് മനുഷ്യർ മാറി നിൽക്കാനുള്ള പ്രേരണ ഉണ്ടാക്കുകയും ചെയ്യണം. ഇത് രണ്ടും കൂടി നടക്കൂല. അതായത് ഇവിടെ നിങ്ങൾ ഒഴിവാക്കൂ, നിങ്ങൾ എന്നിട്ട് അങ്ങോട്ട് വരൂ, ഞാൻ അവിടെ തരാം എന്ന് പറയുന്നത് അതൊരു തരം വൃത്തികെട്ട ഏർപ്പാടാണല്ലോ. ഇത് പണ്ട് പറയുന്ന പോലെ തന്നെ ഈ നീ കേരളത്തിൽ നിന്നാ രക്ഷപ്പെടത്തില്ല, ഞാനൊരു കാര്യം ചെയ്യാം, ദുബായിലേക്ക് ഒരു വിസ തരാം, അവിടെ ഒന്ന് പൊളിക്കെന്ന് പറയുന്ന പോലുണ്ട്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ദുബായിൽ പോയി കച്ചവടം ചെയ്താലേ ശരിയാകത്തുള്ളൂ, ഇവിടെ കച്ചവടം ചെയ്താൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഐഡിയ ആണ്. ഈ സ്വർഗവും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മരണത്തെ കുറിച്ചുള്ള പേടിയിലാണ് കേട്ടോ. കാരണം മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുമെന്ന മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആശങ്കയ്ക്ക് ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഈ സാധനം ഓഫർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഡബിൾ എഫക്ട്. എന്തായാലും മരിക്കും, എന്നാ പിന്നെ എന്തായാലും എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന ചിന്ത ആളുകളിൽ പലയിടത്തും വർക്ക് ചെയ്യുന്നുണ്ട്. ആ ബിരിയാണി ഇവിടെ തിന്നൂടെ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോ ആസ്വദിക്കുക ജീവിതം, അല്ലാതെ ഇങ്ങനെ പേടിച്ച് ജീവിച്ചിട്ട് അവസാനം അവിടെ ചെല്ലുമ്പോഴത്തേന് കൂറയും കാണുന്നില്ല, എന്താന്ന് പോലും മരിച്ചത് പോലും എപ്പോഴാന്ന് പോലും അവൻ അറിയത്തില്ല. അതല്ലേ സത്യം ശരിക്കും. അതെ, നമുക്ക് ഇവിടെ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇവിടെ ചെയ്യാന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, തെറ്റ് ശരി, ധാർമ്മികത അധാർമികത, അതൊക്കെ നമ്മളിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സമൂഹത്തിലാണ് തീരുമാനിക്കുന്നത്. ആ സാമൂഹിക ധാർമ്മികത അനുസരിച്ചിട്ട് ഒരു പൗരബോധമുള്ള ഒരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ സന്തോഷത്തോടെ സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോ കള്ളു കുടിക്കുക അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇതുണ്ടാവുക, അതൊക്കെ അതാണ് ഒരു സുഖം എന്നുള്ള തെറ്റിദ്ധാരണ പോലും അതിനിടയിൽ അപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ശരിക്കും അതൊരു തെറ്റായ ഒരു പ്രചരണമാണ്. അപ്പൊ അത് സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നതും കള്ളു കുടിക്കുന്നതുമാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവം എന്നുള്ളത്. അതെ, അതെന്താ പ്രശ്നം വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന കാലഘട്ടത്തില് അവർക്ക് ആസ്വാദ്യകരമായിട്ട് തോന്നിയിരുന്ന രണ്ട് കാര്യങ്ങൾ അതാണ്. അതുകൊണ്ട് അത് പറയുന്നു എന്ന് മാത്രമേ. അതെ, അത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ലിയാഖത്തിലേക്കാണോ ആരിഫിന്റെ വീഡിയോയിലാണോ പറയുന്നത് അറിയില്ല. പട്ടിണിയുള്ള രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നത്. കാരണം അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ആകെ ഈ സെക്സ് മാത്രമേ ഇവർക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ചുമ്മാ കുട്ടികളെ ഉണ്ടാക്കിയിടും. ഈ പണ്ട് കാലത്തൊക്കെ 8, 9, 10 കുട്ടികൾ ഉണ്ടായിരുന്നത് എന്താ, ഇവർക്ക് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല, കറണ്ട് പോലും കാണുകയില്ല, ഇത് തന്നെ പരിപാടി. മനസ്സിലായോ? അതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാം. കാരണം അങ്ങനത്തെ കണക്ക് എത്രത്തോളം പിന്നെന്താ പറയാ സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം കുട്ടികളുടെ ജനനം കുറക്കുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ട് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പം കുട്ടികൾ വേണോ വേണ്ടേ എന്നുള്ള ഡിറ്റർമിനേഷൻ വരുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ ആയിട്ടുള്ള അവയർനെസ്, അതേപോലെ തന്നെ ഈ ജനനം അല്ലെങ്കിൽ കുട്ടികളുടെ ഉൽപാദനം ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവബോധം, കുറെ കാര്യങ്ങൾ ഉണ്ട് അതിനകത്ത്. അതിപ്പോ അന്ന് നടന്ന അത്രയും പരിപാടികൾ നടക്കുന്നില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായോ? അതെ അതെ അതെ. അപ്പൊ അത് ഇങ്ങനെ കൺട്രോൾ ആയതല്ല, ഇതിന് ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ചിട്ടായിരിക്കും. അന്നുള്ളതിനേക്കാളും ഇതൊക്കെ നടക്കാനാണ് ഇപ്പൊ സാധ്യത. കാരണം ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യം ജോലിയുണ്ട്, പൈസയുണ്ട്, അന്നത്തെ പോലുള്ള സ്ട്രെസ്സും പ്രശ്നങ്ങളും ഇല്ല, അന്നത്തേക്ക് ആരോഗ്യമുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് എണ്ണം കൊണ്ട് കൂടാനേ സാധ്യതയുള്ളൂ എന്നാണ് എന്റെ വിലയിരുത്തല്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാല്
അതിനെ നോക്കാൻ നമുക്കൊരു പ്രാപ്തി ആകുന്നിടം വരെ ഇവർ അതിനെ കുറിച്ച് ചിന്തിക്കത്തില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ കുട്ടി വേണമെന്നൊരു ചിന്താഗതി. അതുകൊണ്ടാണ്, അല്ലാതെ മറ്റു സംഭവങ്ങളുടെ കലാപരിപാടിയുടെ എണ്ണം കുറഞ്ഞുകൊണ്ടല്ല എന്ന് പറയാം. അതെ അതെ അതെ. അത് പിന്നെ ഒരു നമ്മൾ കൊച്ചിനെ ചുമ്മാ ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമില്ലല്ലോ, അതിനെ വൃത്തിയായിട്ട് നോക്കണം. അതിനൊരു 18 വയസ്സ് വരെ അവയർനെസ്, കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട്, ഇങ്ങനെ കുറെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആ വ്യത്യാസം ഉണ്ടാവുക. മറ്റത് ആ കാരണം കൊണ്ടാണെന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു കാൽക്കുലേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത ആലോചിച്ചത്. അപ്പൊ എനിക്ക് തോന്നിയത്, ഒറ്റ തോന്നലിൽ തോന്നുന്നതാണ്. മനസ്സിലായി. ഞാൻ എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഫുൾ വണ്ടിയിലാണ് എപ്പോഴും എന്റെ ജോലി സംബന്ധമായി. ഞാൻ എപ്പോഴും നിങ്ങളുടെ അല്ലെങ്കിൽ ആർക്കെങ്കിലും വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്ത് ഓരോ കാര്യങ്ങൾ. ഇപ്പം ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഡൗട്ട് തോന്നുന്നത്. കാരണം എന്താ പറയാ, പലരും പല ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് വിളിച്ച് ഡൗട്ട് ചോദിക്കുന്നത്. ചിലര് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആവും, നിന്നെ കൊല്ലുകൂടാ, ഒരു പെരുമാവരോ പൊതവങ്കലുള്ള അതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞത് വൈകാരികമായിട്ട് ചിന്തിക്കുന്നത്. പിന്നെ ചിലര് വിളിച്ചിട്ട് ഒരാൾ പറഞ്ഞില്ലേ, നിങ്ങൾ റബ്ബിനെ വിറ്റ് ജീവിക്കുന്നതാണ്, മറ്റേ അതിന്റെ പൈസ നാട്ടുകാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ സ്ത്രീ വിളിച്ചത്. ഇതൊക്കെ വിളിക്കുമ്പോൾ ഇവര് കാര്യമല്ല കേൾക്കുന്നത്, ഇവരെ എന്തോ കുത്തിവെച്ച കാര്യം. ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഈ മുഹമ്മദ് നബിക്ക് പെണ്ണ് പിടിക്കാനായിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു മതമാണിത്. അങ്ങനെ ആ ഒരു ഒറ്റ ചിന്തയല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇതൊന്നും ഒരൊറ്റ പോയിന്റിൽ നമ്മൾ കൊളുത്തണ്ട. അത് മാത്രമൊന്നുമല്ല, കുറെ ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. ഈ മതരൂപീകരണം എന്ന് പറയുന്നത് മുഹമ്മദ് നബി മക്കയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ സംവിധാനം രൂപപ്പെടുത്തിക്കൊണ്ടെന്ന് മറ്റു പല പ്രദേശങ്ങളിലും, ഇപ്പം റോമിലും ഒക്കെ ഉണ്ടായിരുന്ന, പേർഷ്യയിലും ഒക്കെ ഉണ്ടായിരുന്ന തരം ഒരു രാജഭരണ സംവിധാനത്തിനുള്ളിലേക്ക് ഗോത്രങ്ങളെ ഏകീകരിച്ചിട്ട് അതിന്റെ ഒരു ആധിപത്യം സ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യം പുള്ളിക്ക്, ഒരു പൊളിറ്റിക്കൽ എയിമാണ് പുള്ളിക്ക് ഉണ്ടായിരുന്നത്. ആ എയിമിലാണ് ഇത് തുടങ്ങുന്നത്. അതിൽ അയാളുടെ മാത്രം ഉദ്ദേശമായിരുന്നോ, അതോ അതിന് വേറെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ആരുടെയും ആവശ്യമായിരുന്നോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് എന്റേതായിട്ടുള്ള ചില തോന്നലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എഴുതാമെന്ന് വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോ അങ്ങനെയാണ് ഈ സംഭവം തുടങ്ങുന്നത്. അപ്പൊ അതിൽ പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മുടെ നാട്ടില് ഏറ്റവും ഈസി ആയിട്ട് പിന്നെ പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്യാൻ കഴിയുന്നത് മത നേതൃത്വത്തിലിരിക്കുന്ന ആൾക്കാർക്കും സ്വാമിമാർക്കുമാണല്ലോ, ആധ്യാത്മിക നേതാക്കന്മാർക്കാണല്ലോ. പിന്നെ ഈ പറഞ്ഞ ചില ഭയങ്കര ഫാൻ ബേസ് ഉള്ള കുറച്ച് സെലിബ്രിറ്റി, ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരുമ്പോ ഇതൊക്കെ ഈസി ആക്സസ് ആണ്. പിന്നെ ഇവർക്ക് കുറച്ച് പ്രിവിലേജ് ഉണ്ട്, മനസ്സിലായോ? അപ്പൊ ഇത് ഈ ഒരു കാര്യങ്ങൾ ദുരുപയോഗം അത് ഇന്നും ഉണ്ട്, അതാ പറഞ്ഞത്. അപ്പൊ അത് അന്നത്തെ ആസ്വാദനത്തിന്റെ തലങ്ങൾ അദ്ദേഹം ട്രൈ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അതായിരുന്നു ലക്ഷ്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലക്ഷ്യം പൊളിറ്റിക്കലായിരുന്നു. അതിനുവേണ്ടി ദൈവത്തെ, ഇന്ന് നമ്മൾ കാണുന്ന പല പൊളിറ്റിക്കൽ മൂവ്മെന്റുകളുടെയും ഒരു പ്രാകൃത രൂപമാണ് ശരിക്കും മുഹമ്മദ്. ഇന്നത്തെ പല ഈ എന്താ പറയാ, ജാതിയും മതവും പറഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയം കളിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു ആഗോള ഗുരുവായിട്ട് വേണമെങ്കിൽ നമുക്ക് മുഹമ്മദിനെ പ്രതിഷ്ഠിക്കാം എന്ന് എനിക്ക് തോന്നാറുണ്ട്. മുഹമ്മദ് അന്ന് ആ കാലത്ത് ഈ മാരിയത്തിൽ അൽ കിബ്തിയ എന്ന് പറഞ്ഞ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിന് ശേഷം ഹഫ്സ വന്ന് പൊക്കിയപ്പോഴത്തേന് പുള്ളിക്കാരൻ ഒരു ആയത്ത് ഇറക്കിയില്ലേ. അപ്പം പുള്ളിക്കാരി തന്നെ ചോദിക്കുന്നില്ലേ, നിന്റെ സുഖ സൗകര്യത്തിന് വേണ്ടിയാ പടച്ചോൻ എല്ലാ കാര്യങ്ങളും ആയത്തുകൾ തരുന്നതെന്ന്. അതായത് പുള്ളി എന്തെങ്കിലും ഒരു സാധനത്തിൽ ട്രാപ്പ് ആയി കഴിഞ്ഞാൽ അന്നേരം അതൊരു ആയത്താക്കി മാറ്റും. മനസ്സിലായോ? പുള്ളിയുടെ ഉദ്ദേശങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്. അതായത് പുള്ളിയുടെ ആഗ്രഹങ്ങള്, പുള്ളിയുടെ ആവശ്യങ്ങള്, പുള്ളിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പുള്ളി ദൈവത്തെ മറയാക്കി, ദൈവത്തെ പിടിച്ചു. ആ ദൈവം പറയുന്നു എന്ന് പറയുമ്പം ഇയാൾ ദൈവദൂതനാണ് എന്ന ആ വാദത്തെ അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് വിശ്വസിക്കാതിരിക്കാനോ അതിനെ എതിർക്കാനോ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു രീതിയാണ് പുള്ളി സ്വീകരിച്ചിട്ടുള്ളത്. പുള്ളി തന്നെ ദൈവമാണെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ പുള്ളിക്ക് ഇത്രയും വിജയിക്കാൻ പറ്റില്ല. അതിന് പകരം അപ്പൊ പുള്ളിക്ക് അറിയാം ഈ പുരാതനമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ, ആ കാലഘട്ടത്തോ അതിന് മുൻപ് ഉണ്ടായിരുന്ന രാജകൊട്ടാരങ്ങളില് ദൈവത്തിന്റെ പ്രതീകങ്ങളായിട്ടോ അല്ലെങ്കിൽ പ്രതിപുരുഷന്മാരായിട്ടുണ്ടായിരുന്ന ആളുകളുടെ സ്വാധീനം പുള്ളിക്ക് അറിയാം. മനസ്സിലായോ? പുരോഹിതന്മാരാണല്ലോ. അപ്പൊ രാജാവ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന രാജാവിന്റെ മുകളിൽ അധികാരമുള്ളത് ദൈവത്തിന്റെ പ്രതിപുരുഷന്മാർക്കായിരുന്നു അന്ന്. രാജഗുരുക്കന്മാരാണ്. അപ്പൊ ഇദ്ദേഹം ആ റോള് ക്ലിയർ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് അന്നത്തെ കാലത്ത് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ് ദൈവം വെളിപാടുമായിട്ട് വരുന്നു എന്നുള്ളത്. ദൈവത്തിന്റെ അടുത്ത് വെളിപാട് കിട്ടുന്ന പ്രവാചകന്മാർ
എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ അവിടെ സുലഭമായിട്ട് കിട്ടിയിരുന്നു മുഹമ്മദ് നബിയുടെ കാലത്ത്. മുഹമ്മദ് നബിയുടെ സമകാലികരായിട്ടുള്ള കുറെ പ്രവാചകന്മാരുണ്ട്. അവരെയൊക്കെ പിന്നെ ഇവര് കള്ളപ്രവാചകന്മാർ എന്ന് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കൊന്നും ഇല്ലാത്ത ചില ബുദ്ധി കൂർമ്മതയും കുബുദ്ധിയും കുതന്ത്രവും പയറ്റാനുള്ള കഴിവും പിന്നീട് സായുധമായിട്ടുള്ള ഒരു വിപ്ലവമായിട്ട് ഇതിനെ വിപ്ലവമല്ല, സായുധമായിട്ടുള്ള ഒരു സംഘമായിട്ട് മാറി ശക്തി നേടി അക്രമം പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സൊക്കെ മുഹമ്മദ് നബിക്ക് ഉണ്ടായതുകൊണ്ട് അത് പുള്ളിക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയെന്നേ ഉള്ളൂ. വെൽ കണ്ണിങ് അല്ല, അത്രയും കൂർമ്മ ബുദ്ധിയുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് മുഹമ്മദ്, അതിലൊരു സംശയം. പക്ഷെ ഇവരെല്ലാരും പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ കേട്ട പല കോളിനകത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു, എഴുതും വായന അറിയില്ലായിരുന്നു, ഇത്രയും ഇതുപോലൊരു സാഹിത്യം എഴുതാൻ പറ്റുമോ? സാഹിത്യം ഒന്നും ഇല്ല ഇതിനകത്ത്. മുഹമ്മദ് നബിക്ക് വേണ്ടി ഇത് എഴുതിയവരുടെ സാഹിത്യമാണ് ഇതിനകത്തുള്ളത്. മാത്രല്ല ഈ എഴുത്തും വായനയും സാഹിത്യ അഭിരുചിയും സാഹിത്യ പിന്നെ ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എഴുത്തും വായന അറിയാത്ത എത്രയോ ആളുകളുടെ മികച്ച കൃതികൾ, ലോകോത്തരമായിട്ടുള്ള കൃതികള്, മുഹമ്മദ് നബിക്ക് മുൻപുള്ള കൃതികൾ ഇപ്പോഴും പ്രചാരത്തിലുണ്ട്. അതെ 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 ഇത് ഉണ്ടാക്കിയെടുത്തതാണ് അല്ലെ? ഇവര് പറയുന്ന ഖുറാന് മുഹമ്മദ് നബി ക്രോഡീകരിച്ചതാണ്. പക്ഷേ പുള്ളി മരിച്ചതിന് ശേഷമല്ലേ അത് സംശയമുള്ള ആളുകൾക്ക് മക്കയിലുള്ള വചനങ്ങളും മദീനയിലുള്ള വചനങ്ങളും പരിശോധിച്ചാൽ സാഹിത്യം എവിടുന്ന വന്നിരുന്നെന്നും എവിടെയാ പോയതെന്നൊക്കെ ഉത്തരം കിട്ടും. അതൊക്കെ ഞാൻ എഴുതാൻ വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിൽ ഗവേഷണം മീൻസ് പിന്നെ പഠനങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഇവർക്ക് അങ്ങനെയാണ് ചിന്തിച്ചാൽ പോരെ. ഇന്ന് നമ്മളെ മറ്റേ അയ്യപ്പനും കോശിയിലെ ആ പാട്ട് പാടിയ ഒരു അവര് കാഞ്ചിയമ്മയോ പേരുണ്ട്, അവർക്ക് എഴുത്തും വായന അറിഞ്ഞില്ല. പക്ഷെ അവര് പാട്ട് എഴുതി പാട്ട് പാടുകയും ചെയ്തു. ഒരു വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് കിട്ടില്ല. മാത്രല്ല മുഹമ്മദ് നബിക്ക് വൈദഗ്ധ്യം ഇല്ലെങ്കിൽ ഇപ്പൊ കച്ചവടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണക്കൂട്ടലാണല്ലോ. കണക്ക് വേണമല്ലോ, ബുദ്ധി, കണക്ക് വേണം, കൗശലം വേണം, ബുദ്ധി വേണം, ക്വിക്കായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ശേഷി വേണം. ഇതൊക്കെ ഉള്ള ആൾക്ക് കച്ചവടത്തിൽ തിളങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം ശേഷി ഉണ്ടായിരുന്ന ഒരാളാണ് മുഹമ്മദ് എന്നതുകൊണ്ടാണല്ലോ ഖദീജ തന്നെ കച്ചവട സംഘത്തെ നയിക്കാൻ വേണ്ടി മുഹമ്മദ് തീരുമാനിക്കുന്നത്. അപ്പോ അത് ഒക്കെ അങ്ങനെ തീരെ ഒരു ഇവര് പറയുന്നതോ ഇവരൊന്നെയും മുഹമ്മദ് നബി ഒരു മണ്ണുണ്ണിയാണെന്നൊന്നും ഇവര് പറയില്ലല്ലോ. ബുദ്ധി ഉണ്ടായിരുന്ന ആൾ തന്നെയാണല്ലോ. ഒന്നുമില്ല അത്ഭുതപ്പെടാനൊന്നും. എഴുത്തും വായനയും എന്ന് പറയുന്നത് ഒരു കാലഘട്ടം വരെ നമ്മളെ നാട്ടിൽ പോലും എഴുത്ത് എന്ന് പറയുന്നത് ഒരു തൊഴിലായിരുന്നു. എഴുത്തറിയുന്നവൻ എഴുതും. കണക്കപ്പിള്ളമാര് വേറെ ഉണ്ടായിരുന്നു. കണക്കൂട്ടാൻ ചില ആളുകൾക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ. അതൊരു ഒരു സംഭവമൊന്നുമല്ല. എത്രയോ പഴയ സിനിമകളുണ്ട്. കാട്ടുകുതിരക്കകത്ത് ഇന്നസെന്റ് മറ്റേ പുള്ളിയോട് നടക്കത്തില്ലേ, എഴുതുമായ തിലകന്റെ മറ്റേ എഴുതുമായിരുന്നു. പക്ഷെ പുള്ളി കച്ചവടത്തിൽ തന്നെയാണ്. അതെ, അതാ ഞാൻ പറഞ്ഞ അതൊന്നും അത്ഭുതമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ അത്ഭുതം വേണ്ടേന്ന് വിചാരിച്ച് സ്വയം അത്ഭുതിക്കാൻ വേണ്ടി പറയുന്ന ഓരോരോ കസർത്തുകൾ മാത്രമാണ് ഇതൊക്കെ. ആയിക്കോട്ടെ, എന്തായാലും ശരി. എന്തായാലും ഒക്കെ മാറുന്നേ, മാറാതെ എവിടെ പോവാൻ. മാറും. അല്ലാതെ ദൈവത്തെ പേടിച്ച് ജീവിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങണം, പണിയെടുക്കണം. പിന്നെ നമുക്ക് ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് ജീവിക്കാൻ പറ്റുന്നത് മൂല്യന്മാർക്ക് മാത്രമാണ്, സാധാരണക്കാർക്ക് പറ്റില്ല. പിന്നെ കുറെ പാസ്റ്റർമാർക്ക്, അതാ പുരോഹിതന്മാർക്ക്, പുരോഹിതവർഗത്തിന് ദൈവത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ജീവിക്കാം. ഇപ്പൊ കുറച്ചു പേര് നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പൊ വേണമെങ്കിൽ കുറച്ച് വിമർശകർക്കും ജീവിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. ബാക്കി സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് ഇത് എന്താ പറയാ, അവരവരുടെ അന്നാന്ത അന്നത്തിന് നന്നായിട്ട് അധ്വാനിക്കാൻ വേണം. ആണ്. അത് ഇന്ന് മാത്രമല്ല, കുറെ കാലങ്ങളായിട്ട് അത് തന്നെയാണ് ജോലി. ഞാൻ പറഞ്ഞടാ, ആളുകളുടെ നിങ്ങളുടെ ഇടവകയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മഹലിലെ ആളുകൾക്ക് എത്ര നരകത്തെ പേടിയുണ്ടോ അത്രയും സുഖമായിട്ട് അവിടുത്തെ പുരോഹിതന് ജീവിക്കാം, അത്രേ ഉള്ളൂ. അതെ, അതുപോലെ തന്നെ ഇപ്പൊ ഞങ്ങളുടെ പള്ളികളിലൊന്നും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. കാരണം നമുക്കൊരു എന്താ പറയാ, പ്രത്യേകിച്ച് ഞാൻ മാർത്തോമ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് മറ്റേ യാക്കോബ ഓർത്തഡോക്സ് മാർത്തോമ, സ്പ്ലിറ്റായ 3 ഉണ്ടല്ലോ, റോമനും ഇതിനകത്തൊന്നും വ്യത്യാസമുള്ളൂ.
അപ്പൊ നമുക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ മാതാവൊന്നുമില്ല. നമുക്ക് ആകെ പിതാവ്, പുത്രന്, പരിശുദ്ധാത്മാവ്, ഈ 3 മാത്രമേ ഉള്ളൂ. അല്ലാതെ മാതാവ് നമുക്ക് മറ്റേ ഇന്റർമീഡിയേറ്റേഴ്സ് ഒന്നുമില്ല. മാതാവിനോട് അപേക്ഷിച്ചിട്ട് ഇന്ന കാര്യം ചെയ്യണമെന്നുള്ള ഒരു പരിപാടികളൊന്നുമില്ല. അപ്പൊ നമ്മുടെ പള്ളി കുറച്ചുകൂടി ഒരു എന്താ ഒരു ലിബറൽ ആയിട്ടുള്ള ഒരു സംഭവം. ഞാൻ പൊക്കി പറയല്ല, പക്ഷെങ്കിൽ ഇതിനകത്തും ആൾക്കാരെ വലിക്കുന്ന ആരാന്നറിയോ? ഈ ബെന്തിക്കോസ്റ്റുകാരാ. ഈ അതിനകത്ത് കഷ്ടം അനുഭവിക്കുന്നവരെ ബെന്തിക്കോസ്റ്റുകാര് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് തമാശയായിട്ട് പറയാനുള്ളത്, ഇസ്ലാമിനകത്ത് ഈ സലഫികൾ ഉള്ളത് പോലത്തെ ക്രിസ്ത്യാനിറ്റിയിലെ സലഫി ഗ്രൂപ്പാണ്, ഈ വഹാബി ഗ്രൂപ്പാണ് ഈ ബന്ദിക്കോസ്തുകാര്. അവരാണ് ഈ മതപരിവർത്തനത്തിന് മുട്ടി നടക്കുന്ന ആൾക്കാർ പ്രധാനമായിട്ടും. അത് എന്തോരോ ആൾക്കാരെയാണെന്നറിയോ പാവപ്പെട്ടവരെ പോയി ടാർഗറ്റ് ചെയ്ത്. ഇത് കേട്ടാ ചിലപ്പോ ബന്ദിക്കോസ്ത് പാസ്റ്റർമാർക്ക്, എന്നെ ക്രിസ്ത്യാനിറ്റിയിൽ തീരെ കണ്ടുവിടാത്ത ആൾക്കാർ കുറച്ച് ബന്ദിക്കോസ്ത് പാസ്റ്റർമാരാണ്. കാരണം വെച്ചാൽ ഇവര് ഇപ്പൊ ഈ നമ്മുടെ മുജാഹിദുകളുണ്ട്, സലഫികൾ, ഇവര് സുന്നികളെ സലഫി ആക്കലാണ് പ്രധാന പരിപാടി. അതേപോലെ ഇവർ പാസ്റ്റർമാരുടെ പ്രധാന പരിപാടി ഈ കാത്തലിക്കോ പിന്നെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഇവരുടെ സഭയിലേക്ക് കൊണ്ടുവരലാണ് ഇവരുടെ കൺവേർഷന്റെ ആദ്യ പടി. പിന്നെ പുറത്തുള്ളത് അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഫണ്ടിങ്, അതായത് ഒരു പാസ്റ്ററെ നോക്കുക. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഒരു കുമ്മനാട് ഭാഗത്തുനിന്ന് ഞാൻ വരുന്നത്, തിരുവല്ല കുമ്മനാട് ഭാഗം. അപ്പൊ അവിടെ എല്ലാ വർഷവും ഒരു മറ്റേ ബെന്തിക്കോസുകാരുടെ ഒരു വലിയൊരു മഹാസംഭവം നടക്കാറുണ്ട്. അവിടെ വരുന്നത് ജാഗോർ, BM അല്ലാതെ ഒരു പാസ്റ്ററും വരുന്നില്ല. ഞാൻ നല്ല രീതിയിലാണ്, ഞാൻ ദൈവത്തെ അറിഞ്ഞ് താഴ്ന്ന ജീവിക്കുന്നെങ്കിൽ എന്നിട്ടാണ് അവന് BM. അതെ അതെ, ഇവിടുത്തെ വലിയ ധ്യാന കേന്ദ്രങ്ങളും വലിയ പണപ്പിരിവ് കേന്ദ്രങ്ങളൊക്കെ അവരുടെ കസ്റ്റഡിയിലായില്ലേ അല്ലേ? ഇപ്പൊ എന്റെ അറിവ് അങ്ങനെയാണ്. അല്ല, ഇത് വിദേശ ഫണ്ടിങ് ഞാൻ പറഞ്ഞത്, ഇതെല്ലാ പാരാമീറ്റേഴ്സും ഈ സലഫിയായിട്ട് ചേരും. ഇപ്പൊ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പുറത്തുനിന്ന് ഫണ്ട് വരുന്നത് സലഫികൾക്കാണ്. മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടും അങ്ങനത്തെ പല പരിപാടികൾക്ക് വേണ്ടിയിട്ടും ദഅവത്ത് എന്ന് പറഞ്ഞിട്ട് ഇവർ നടത്തുന്ന എല്ലാ കസറത്തിലും ഇഷ്ടം പോലെ ഫണ്ട് വരുന്നുണ്ട്. മാത്രല്ല ഇവരാണ് ഏറ്റവും തീവ്രന്മാര് എല്ലാത്തിലും. അതെ, ബെന്തിക്കോസിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ ഭയങ്കര കാശുകാരാന്നേ. മറ്റേ പള്ളി പണിയാൻ നിങ്ങൾ ഇത്ര തന്നു കഴിഞ്ഞാൽ, മറ്റേ ഫഹദ് ഫാസിലിനകത്ത് തരുന്ന പോലെ ദൈവത്തിന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ദൈവം ഇത് ഇരട്ടിയാക്കി 3 ഇരട്ടി 10 ഇരട്ടിയാക്കി അവിടെ കൊടുക്കുമല്ലോ. ദൈവത്തിന് എന്തിനാ ഫണ്ട്? സ്വർഗത്തിലെല്ലാ സെറ്റപ്പും മറ്റേ മാലാഖമാര് ചുറ്റിരിക്കുന്നത് ദൈവത്തിന് ഈ ഫണ്ട്. ഇവിടെ ഇത് പൊട്ടിച്ചു കളയാനുള്ളതാണ്, ഇതൊക്കെ പൊടിച്ച് പപ്പടാക്കാനുള്ളതാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഭൂമിന്റെ മുകളിൽ ഇങ്ങനെ വലിയ മണിമാളികകൾ പള്ളിയാക്കി വെച്ചിട്ട് എന്തിനാണ് ദൈവത്തിന്? ദൈവം മൊത്തം എന്താക്കാൻ പോകുന്നതാണ്? ധൂമമാക്കാൻ പോകുന്നതല്ലേ? അതെ, യേശുവിന്റെ 2ാം വരവിന് വേണ്ടിയല്ലേ ബെന്തിക്കോസുകാർ കാത്തിരിക്കുന്നത്. അന്നേരം നല്ലവരെ ശവക്കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കും, ബാക്കിയുള്ളവരെ ശിക്ഷിക്കും. പിന്നെന്തിനാണ് ഇങ്ങനെ ഒരു ഇപ്പൊ ഈ ഭൂമി ഉണ്ടാക്കിയത് പൊളിച്ചു കളയാനാണെങ്കിൽ പിന്നെ എന്തിനാ ഉണ്ടാക്കിയത്? അതിന്റെ ഒരു സാധാരണ ഉണ്ടാക്കിയത്. അപ്പൊ എങ്ങനെയാണ് മതത്തില് ഭക്തി ആളുകളുടെ ഭക്തി പഴുപ്പിക്കാൻ നടക്കുന്നത്? ഈ ഭക്തി ആളുകളിൽ എത്ര മൂക്കുന്നോ പഴുക്കുന്നോ അത്രയും ഈ മത നേതൃത്വത്തിനും സംഘടനകൾക്കും സുഭിക്ഷമായിട്ട് ജീവിക്കാം, ആഡംബരത്തിൽ ജീവിക്കാം. കഷ്ടപ്പെടുന്നവൻ ഇങ്ങനെ ദാരിദ്ര്യം, കഷ്ടപ്പാടും നിലവിളിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. അത് ഏറെക്കുറെ എല്ലാ മതങ്ങളുടെയും കഥ അത് തന്നെയാണ്. എല്ലാ പൗരോഹിത്യ മതങ്ങളുടെയും കഥ അത് തന്നെയാണ്. ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ മനസ്സിന്. അതെ, അതാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവരും ചിന്തിക്കട്ടെ, മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം. ഇത് ഇടാം, ആളുകൾ കേൾക്കട്ടെ. ഓക്കെ, താങ്ക് യു.